പൊട്ടിയില്ലോ 13 വിളി. പൊട്ടി പൊട്ടി. വൈദ്യരെ കയ്യൊന്ന് കാണിച്ചേ. എടോ താൻ കയ്യൊന്ന് കാണിച്ചേ. എടോ താൻ കൈയൊന്ന് കാണിക്കോ. താൻ പൊട്ടിയടോ. എടോ കൈ കാണില്ലോ. ഇതെന്തോന്നാ ഇത്? ഡയമണ്ട് ഏഴാം കൂലി. എന്റെ ഡയമണ്ട് പോലെ കള്ള വെട്ടി വെട്ടിയ പെരുങ്കള്ള. ഇതേ വെറുതെ തോന്നിയാസം പറയുന്നത്. ഞാനല്ലേ വെട്ടിയത്, എഴുത്തച്ഛനാ. ഞാനാണ് വെട്ടിയത്. അല്ല ഓപ്പ് കളി. ഇന്ന് നിന്നെ കേക്ക്. ഞാൻ പറയണ്ട. 5 പൈസ കൊടുത്താൽ മതി. 5 പൈസ. അടുത്ത വീട്ടിലൊക്കെ ആളുകളുണ്ട്. എല്ലാരും കേക്കട്ടെ. എന്റെ ഡയമണ്ട് കള്ളം പെട്ടിയത്. എന്നെ വിളിച്ചാൽ ഞാനും വിളിക്കും. എപ്പോ നോക്കിയാലും അടിയും ബഹളം. ഏയ് പ്രശ്നമൊന്നുമില്ല. നെടുങ്ങാടി എന്നെ തെറ്റിദ്ധരിച്ചതാ. മതി കളിച്ചത്. അല്ല മോളെ ചീട്ട് തരില്ല. അല്ല ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തോ ചെയ്യുമെന്ന് പറ. സമാധാനമായിട്ടൊന്ന് കളിക്കാന്ന് വെച്ചാൽ അപ്പ തുടങ്ങിക്കോളും എല്ലാം കൂടെ. അല്ലാജി മോച്ചി. പോട്ടിരിക്കേ അമ്മ വരുത്. എന്തൊരു ചൂട്. ഈ നേരത്തെ എന്താ ഒരു ഇളനീര് കൂടി? അതുകൊണ്ട് അണ്ണാച്ചിക്ക് ഉടമ്പ് ശരിയില്ല. അതെ, നമ്മുടെ കുമാരൻ വൈദ്യര് പറഞ്ഞിട്ടുണ്ട് ശരീരം തണുപ്പിക്കാൻ ധാരാളം ഇളനീര് കുടിക്കണമെന്ന്. അണ്ണാച്ചി തൊട്ട് വെക്കരുത്, അച്ചാർ ഇച്ചാറ് വേണമാ. ഇവരെന്തൊരു വിദ്യയാണെന്ന് നോക്കിയേ. ഇളനീരിലൂടെ ആരെങ്കിലും അച്ചാർ തൊട്ട് വെക്കൂടാ കഴുതേ. നോക്കട്ടെ. ഇനി തരാനാ പറഞ്ഞത്. എന്തിനാ? നിനക്ക് കുടിക്കാനല്ലേ? ഇത് ഞാൻ തരൂല്ല. ഇത് തരൂല്ല. അയ്യോ, അത് കുടിക്കാൻ കൂടാതെ. ഈ പുതിയ പരിപാടി എന്ന് തുടങ്ങി? ഏത്? അതെ, മണം വ്യത്യാസം ഉണ്ടല്ലേ. അത് ഈ ചെന്തങ്ങത്തെ കരിക്കായോണ്ടാ. ഇല്ലടോ ആണാച്ചി. ആമാ തന്നെ ഞാൻ ഉണ്ടല്ലോ. അല്ല ഹലോ. അയ്യോ മനുഷ്യർക്കേ അത് ദിവസേന എത്ര ഇളനീര് കുടിക്കണമെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നേ? കൂട്ടുകെട്ടാണമ്മേ അച്ഛനെ ചീത്തയാക്കുന്നേ. കൂട്ടുകെട്ടൊന്നുമല്ല, എന്റെ മനോവിഷമം കൊണ്ടാ ഞാൻ ഇളനീര് കുടിക്കുന്നത്. മനോവിഷമോ? പിന്നല്ലാതെ സ്കൂളിൽ അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമം ഒന്ന്, പിന്നെ നീ എന്നെ അനുസരിക്കുന്നില്ല എന്നുള്ള വിഷമം വേറൊന്ന്. ഞാൻ അനുസരിക്കുന്നില്ലെന്നോ? ഉണ്ടോ? നിന്നോട് TTC കോഴ്സിൽ ചേരാൻ പറഞ്ഞിട്ട് നീ അനുസരിച്ചോ? ഓ, അതുകൊണ്ടാണ് കുടിക്കുന്നതല്ലേ? അതെ, TTC പാസ്സായ നിനക്ക് സ്കൂളിൽ ജോലി ചെയ്തൂടെ? കൊള്ളാം. കുടിക്കാനുള്ള കാരണം അസലായിട്ടുണ്ട് അല്ലേ അമ്മേ? ആ വെങ്കടേശൻ ഇവിടുന്ന് ഓടിക്കണം. വെങ്കടേശന് എന്തിനാ? അവന് മാത്രമേ എന്നോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ളൂ. അവൻ പയ്യൻ. എവിടെ അവൻ? ഞാൻ ഇന്ന് അവനെ പട്ടിണിക്കിടുമെന്ന് പറഞ്ഞിരിക്കുക. പട്ടിണിക്കിടുവോ? എന്തിനാ? ഈ ഇളനീര് കൂടി ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാ. ഇതാണ് എന്റെ രഹസ്യം ഇപ്പോഴല്ലേ മനസ്സിലായത്. നമ്മുടെ കണ്ണുവെട്ടിക്കാൻ പുതിയ പുതിയ അടവുകൾ പരീക്ഷിക്കണം. എന്തു വേണം? സാമ്പാർ ரொம்ப பிரமாதமா இருக்கு. ஆமா ஆமா, வெள்ளம் குடிக்க. എന്താടി? എന്തേ? വലിയ വിമർശനമൊന്നും നടത്തില്ലെങ്കിൽ ഇത്
ഒന്ന് നോക്കൂ അച്ഛാ. കവിതയാണോ? കവിത ആയിട്ടുണ്ടോന്നറിയില്ല. ബാലപംക്തി സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എനിക്ക് കാണണ്ട. ഇവളിങ്ങനെ കുറെ എഴുതി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം പോലും വാരികയിലിട്ട് വരുന്നുമില്ല. വാരികയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കാറില്ലല്ലോ. അതാ നല്ലത്. എന്തിനാ മോളെ വെറുതെ കാശ് കളയുന്നത്? അങ്ങോട്ട് അയക്കണം, പിന്നെ അത് തിരിച്ച് ഇങ്ങോട്ട് അയക്കണം. സ്റ്റാമ്പിനൊക്കെ ഇപ്പൊ എന്താ വില? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടോ. പ്രാസവും വൃത്തൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തോ ഉണ്ട്. പൂവരമ്പിൻ താഴെ പൂക്കളം തീർത്തു. പൂവരമ്പിൻ താഴെ പൂക്കളം തീർത്തു. കുറച്ചുകൂടെ മയത്തിൽ വായിക്കച്ച. തുളസിപ്പൂവിലും തുള്ളിമഞ്ഞിൻ വെണ്ണ നേതിച്ചു. പുലരിക്കൈകളൻ നെറ്റിയിൽ പാറപ്പുറത്ത് ചിരട്ട കൊണ്ട് ഉരയ്ക്കുന്ന പോലെ അല്ല വായിക്ക. എന്നാ നല്ല ശബ്ദത്തിൽ താനൊന്ന് വായിച്ചേ. മാതക്ക, ഏ മാതക്ക, മാതക്ക, മാതാക്, എവിടെ പോയി இந்த പിശാചി? എരുമ മാതാക്ക. ആരാടാ ആരാടാ നീ എരുമെന്ന് വിളിച്ചത്? அண்ணாச்சங்க கோபத்துல வறுத்து நிக்க. பள்ளிக்கூடத்துல வளர்ப்பு உங்களுக்கு எருமையை கட்டால சாமா. நான் ஒரு 100 வாட்டி சொல்லியிருக்கேன் எருமையை கட்டக்கூடாது, எருமையை கட்டக்கூடாதுன்னு. உங்க எருமையை சாணம் மூத்திரம் நாங்க வரணுமா? என்ன முறைக்கிற? உங்க எருமையை நான் வெட்டி போட்டுடுவேன். എന്റെ എരുമേനെ നിന്റെ തന്ത വെട്ടൂടാ. மாதாக்கா, ഒന്ന് പോടാ പഞ്ഞപ്പാണ്ടി. മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ ഒരു ആമ്പിളെ. ആമ്പിളിയാ? ആമാ. എടാ നീ എന്നെ എരുമമാടെന്ന് വിളിച്ചത് ഞാൻ കേട്ടില്ലെന്നാ നിന്റെ വിചാരം? നിന്റെ ഈ പൊങ്ങി നിൽക്കണ കൊന്ത്രമ്പലുണ്ടല്ലോ, ഒരു ഒറ്റടി അടിച്ച 37 താഴെ വിടും. എരുമകൾ മേഞ്ഞ് തളരുമ്പളേ സ്കൂളല്ല കോടതിയായാലും കേറി കിടന്നിരിക്കും. അതിന് ഇവിടെ കിടന്ന് ഒറ്റ വെച്ചാലുണ്ടല്ലോ എല്ലാത്തിനും പിടിച്ചോണ്ട് കച്ചേരി കെട്ടും ഞാൻ. എന്നാ നീ കൊണ്ടുപോയി കെട്ടണം, ഞാനൊന്ന് കാണട്ടെ. കാണാനൊന്നുമില്ല. யாருன்னு காட்டுறேன். அவ்வளவு திமிர் இருக்க கூடாது. എന്റെ കയ്യിലെടുക്കരുത്. എടാ പാണ്ടി, നിന്നോടാ പറഞ്ഞത്. அண்ணாச்சி, அந்த தள்ள எங்கிட்ட போட்டிக்கு வரல அண்ணாச்சி. இந்த எல்லா எருமக்கும் விஷம் കൊടുത്ത് കൊല്ലണം. എഴുത്തച്ഛ, എന്റെ എരുമകളെ തൊട്ടു പോകരുത്. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊരു സ്കൂളല്ലേ? സ്കൂളാ? എന്താ അവസാനമായിട്ട് ഞാൻ പറയാണ്, മേലാൽ എരുമകളെ ഇതിനകത്ത് കണ്ടുപോയാൽ പോയി ചൂട്. എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? മാറി ചേച്ചി, ഈ കൊല്ലത്തെ ഉത്സവം നമുക്ക് പോറ്റി പിടിക്കും. ഞാൻ രസീത് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സംഭാവന എന്താണ് എഴുതേണ്ടത്? കൊണ്ടുപോണ തന്റെ ഒരു രസീത് ബുക്ക്. ദൈവത്തോട് കളിക്കല്ലേ? ദൈവത്തിന്റെ പേരും പറഞ്ഞ പറ്റിക്കാൻ നടക്കുന്നത് താരല്ലടോ. അമ്പലം വിഴുങ്ങി. അമ്പലം വിഴുങ്ങി നിന്റെ എന്തോ? ഓ, ഒന്നും പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞതാണേ. പോവാം 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 മോളെ, ഞങ്ങൾ പോയിട്ട് വരാം. ഈ പോക്ക് എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാ? ഞങ്ങൾ മൃഗങ്ങളെ വേട്ടയാടാൻ പോകുന്നു, അല്ലാതെ 4 കാലിൽ വന്നാലുണ്ടല്ലോ. ഈ കൊച്ചെന്തൊക്കെ ഈ പറയുന്നേ? ഇല്ല, അണ്ണാച്ചു കുടിക്കാൻ എല്ലാവരും കൂടി നിർത്തി. ഞങ്ങൾ ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുക കൊച്ചേ. 4 കാലുള്ള മൃഗത്തിനെയും കൊണ്ട് ഞങ്ങൾ വരത്തുള്ളൂ. പോയിട്ട് വരാം മോളെ. കുടിക്കാ. അതിർത്തിയിൽ യുദ്ധത്തിന് പോവാണ്. നിന്റെ മറ്റവന്റെ പിണ്ണാടി യന്ത്രത്തിന് പോവുക. വരുന്നോ? ഓട്ടക്കാരനും വണ്ടിക്കാരനും ഒക്കെ അല്ലേ ശകനം. അവൻ ചുമ്മാ വിവരമില്ലാത്തതിനും പറഞ്ഞു നോക്കിട്ട് പോടോ പോടോ. പറഞ്ഞാൽ തോട്ടക്കണ്ടി മാധവനും പുളിങ്കുന്ന അച്ഛനാരും നിരപരാധികളാണ്. എടാ പട്ടി എന്ന് വിളിച്ച് ബ്രിട്ടീഷ് ഇൻസ്പെക്ടറുടെ മേൽ ചാടി വീണതും വാരിക്കുന്തം കൊണ്ട് അവനെ കുത്തി മലത്തിയത് ഞാനാ. നിർത്ത് വെങ്കടേശ, ആ നെടുങ്ങാടി കൊണ്ടുവന്ന കോഴിക്കറി അടിയിലായിരുത്തോ? ആരെങ്കിലും അമ്പലത്തിന് അടക്കി വെച്ച കോഴിയാണോ നെടുങ്ങാടി? അതൊക്കെ മനസ്സിലിരിക്കട്ടെ. വീട്ടിൽ മുട്ടയിട്ടുകൊണ്ടിരുന്ന കോഴിയാ. 1 തരം ചിക്കനാ.
എവിടെ നടക്കി വെച്ചതാണോ ദൈവത്തിന് മാത്രം അറിയാം. എന്നാലും വെടിയിറച്ചി തിന്നാനുള്ള യോഗം നമുക്കില്ലാതെ പോയല്ലോ. അത് പറയരുത്, ഞാൻ കാട്ടിലോട്ടൊന്ന് കേറിക്കോട്ടെ. അയ്യോ വേണ്ട വേണ്ട, സാഹസമൊന്നും കാണിക്കണ്ട. പിന്നെയും കൂടെ തിരിച്ചു വരില്ല എന്ന് ഉറപ്പ് തരാമെങ്കിൽ കാട്ടി കയറി. ഓട്ടോ സാഹിബ് എഴുത്തച്ഛൻ ഇത് കേക്ക്, ഏത് എനിക്കന്ന് വെറും 17 വയസ്സാ. എന്റെ ഒരു ധൈര്യം നോക്കണേ. ഉരുക്കു മനുഷ്യൻ വല്ലഭായ് പട്ടേൽ സംഭവം പറഞ്ഞ് എന്നെ രക്ഷിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങി. സായിപ്പിന് കച്ച കെട്ട അറിയാവോ? ഇവിടാണ് വല്ലഭായ് പട്ടേലിനുള്ള സായിപ്പാണോടാ. എഴുത്തച്ഛൻ ഇത് കേക്ക്, കേൾക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത എന്നെ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന അന്ത്യശാസനം കൊടുത്തു. ഓഹോ, അങ്ങനെയാണോ? അതെ. അപ്പൊ എത്തശ ഇപ്പൊ നമ്പ്യാർക്ക് പ്രായപൂർത്തിയായല്ലോ, ഇയാളെ എത്രയും വേഗം തൂക്കിക്കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്യും. അങ്ങനെയാവേ. സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ ഇനി വിളമ്പിയാ ഞാൻ നിങ്ങളെ കൊല്ലും, നോക്കിക്കോ. താൻ പോണോ തല്ലുള്ളി വൈദ്യരെ. ചൂടായി വരണോ, ചൂടായി വരണോ. അല്ലാജി അതൊരു പരവശത്വം കേൾക്കുന്നേ. നമ്മൾ നോക്കട്ടെ. ഞാനും കൂടെ വരാം. സായിപ്പിരിക്കേ ആ പോയിട്ട് വട്ടെ. ആനയോ മറ്റോ ആണോ? നെടുങ്ങാടിയെ എന്തോ നമുക്ക് ഈ വെങ്കടേശനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണ്ടേ? എന്തിനാ? തമാശ അല്ലടോ. ഈ കള്ളകത്ത് ചെല്ലുമ്പോഴേ എനിക്ക് അവന്റെ കാര്യം ഓർമ്മ വരും. 25 കൊല്ലമായി അവൻ എന്റെ കൂടെ കൂടിയിട്ട്. ഒന്നും അവന് വേണ്ടി ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഈറോടി പമ്പ് സെറ്റ് വാങ്ങിക്കാൻ പോയപ്പോ. ഈറോഡോ? അതേതോടാ? എടോ, അത് സേലത്തിനടുത്തുള്ള സ്ഥലത്തിന്റെ പേര്. അതെ. എന്നിട്ട് ഈറോഡിൽ പമ്പ് സെറ്റ് വാങ്ങിക്കാൻ പോയപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏതാവത് വേല കിടക്കുവാ എന്ന് ചോദിച്ച് എന്റെ കൂടെ കൂടിയതാ. അന്ന് മുതൽ ഇന്ന് വരെ വേല എടുത്തെടുത്ത് അവന്റെ നടു ഒടിഞ്ഞു. അതാ ഉണ്ടായത്.